വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിച്ച പോരായിരുന്നോടാ. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുകയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം തന്നെ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. നമസ്കാരം. SNDP യോഗം എന്ന പ്രസ്ഥാനത്തെ ഒരു വിലപേശൽ ശേഷിയുള്ള സാമൂഹിക പ്രസ്ഥാനമാക്കി മാറ്റി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന്. ഇതൊക്കെ എന്ത്? ആരാണ് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത്? കലഹിച്ച് പിന്തുണ നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ്സാണ്. ആവാൻ സാധ്യതയുണ്ട്. ഇനി നോക്ക്, പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ചെറുതും വലുതുമായിട്ട് എത്രയോ പാർട്ടിയുണ്ട്. അവരെ മന്ത്രിയാക്കുന്നു, MLA ആക്കുന്നു, കോർപ്പറേഷൻ കൊടുക്കുന്നു, പലതും കൊടുക്കുന്നില്ലേ? മുതലാളിയെ പോലല്ല, ഞാനങ്ങ് ഇറങ്ങും. ഈ കാക്കമധുവിനെ കുറിച്ച് ഈ നാട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം. ഒരു ആളില്ലാത്ത എത്രയോ പാർട്ടികൾ അദ്ദേഹം മന്ത്രിയാക്കിയിട്ടുണ്ട്. ഒരാളും ഇല്ലാത്ത ഗണേശകുമാർ, ഗണേശകുമാർ വായെടുത്താൽ അതിൻ്റെ സ്വഭാവം പോലും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്. ഒരു സ്വഭാവശുദ്ധിയില്ലാത്ത, സ്വന്തം അച്ഛൻ ജയിലിൽ കിടന്ന ശിക്ഷാനുഭവിക്കപ്പെട്ട ഒരാൾ. അത് എന്റെ ഓർക്കം പോയി. അത് ഈ ആൾ തന്നെ ആരാണ്? സ്വന്തം ഭാര്യയുടെ തല്ലുമേ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. വിവിധ ഭാര്യകളുള്ള ഒരാളെന്ന് അയാളെ സ്വയം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള വെറുതെ നാട്ടുകാരുടെ മുമ്പ് നാണം കെടാൻ. അയാൾക്ക് പോലും MLA ആക്കി മന്ത്രിയാക്കിയില്ലേ? ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരും. അങ്ങനെയാണ് പിണറായി കൂടെ നിന്നവർ മോശക്കാരായാലും നല്ലവരായാലും അവർക്കെല്ലാം അവസരം കൊടുത്തു എങ്കിൽ. I appreciate you. The Satyasandra, smartness, boldness. Thank you, sir. I am impressed. മന്ത്രിമാരാക്കി അവരെ 4-5 ക്രിസ്ത്യാനികളെ മന്ത്രിയാക്കി. എന്ത് കിട്ടി? PC തോമസിനാക്കി. പോയ വഴിയെ കണ്ടോ? ഒരാളാക്കി. എന്താണ് കണ്ണന്താനം? കണ്ണന്താനം എവിടെ പോയെന്ന് ഒരു കണ്ണും ഇപ്പൊ ആർക്കും കാണുന്നില്ല. ഇപ്പൊ പുതിയൊരാളാക്കിയിട്ടുണ്ട്. പറഞ്ഞ BDJS-നോട് ഒരു നീതി ഇവർ പുലർത്തിയിട്ടില്ല എന്നുള്ളത് സത്യം. അവർ സന്തോഷം, എനിക്ക് സന്തോഷം. എന്റെ ട്രീറ്റ്മെന്റ് മൊയിലാളി ആര്? എന്നിട്ട് ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനമാടും.